ഉള്ളിലൊരു ഫയറുണ്ട്, പോരാടാനൊരു വലിയ ആശയമുണ്ട്, പോരാടുന്നത് ഒരു വലിയ ആശയത്തിനെതിരെയാണ്. ഇതിനിടയിലൊക്കെ പ്രണയിക്കാനൊക്കെ എവിടുന്നാ സമയം കിട്ടിയത്? അയ്യോ! വലിയ പോരാളികളെല്ലാവരും പ്രണയിച്ചിട്ടുള്ള ആൾക്കാരല്ലേ മാഷെ. ആണ്. ഇതിനിടയിൽ പ്രണയിക്കാനുള്ള ഇപ്പം മൊണാലാവയെക്കുറിച്ച് പറഞ്ഞത് ഒരു അഗ്നിപർവ്വതം പോലെ അവൾക്ക് കൊടുത്തിരിക്കുന്നതാണ്, ഗിഫ്റ്റാണ് അല്ലേ? ആണ്. മൊണാലാവ. ആണ്. അതിൽ ഒരു ചില വരികളൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലെ വിപ്ലവത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ആണ്. മർദയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കടന്നു പോകുന്ന ഒരു ഫീലിംഗ് അതെങ്ങനെയായിരുന്നു? തുമ്പപ്പൂവും തുളസിക്കതിരും ഒക്കെയാണല്ലോ ഈ ആണ്. സങ്കല്പങ്ങൾ. ആണ്. പ്രേമമായിട്ട് ആണ്. പണ്ട് പിന്നെ സ്ത്രീകളെ പൂവായിട്ടും പൂവായിട്ടൊക്കെയാണല്ലോ. ഒക്കെയാണ്. അതെ. എന്താണ് തളിരുടലിൻ്റെ താരുണ്യമാണല്ലോ ആണ്. അല്ലേ? ആണ്. അവിടെ നിന്നൊക്കെ മാറി അത് ഇത്തരം സങ്കല്പങ്ങളിലേക്ക് വന്നെങ്ങനെ? ഞാൻ ഹിരോഷിമയോ നാഗസാക്കിയോ എന്നിൽ വന്ന് വീഴാമോ, പ്രണയം ഒരു ആറ്റം ബോംബായി വന്ന് വന്ന് വീഴാമോ വീഴാമോ? എന്നാണ് ചോദിച്ചത്. എന്റെ ലിബിയ. അപ്പോ എന്റെ ലിപിയ. മുഅമ്മർ ഗദ്ദാഫി ലൈക്ക് പുള്ളിക്കാരന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ചല്ലേ പറയുന്നത്. പുള്ളിക്കാരൻ ലൈക്ക് ലിബിയെ പ്രണയിച്ചിരുന്ന ഒരാളാ. ഉം. ഞാൻ വായിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ലിബിയെ പ്രണയിച്ചു കൊണ്ടേയിരുന്ന ഒരാളാണ്. അവസാനം ലിബിയൻ തെരുവിൽ വെച്ച് തന്നെ അയാൾ പ്രണയിച്ചിരുന്ന ജനങ്ങളാൽ അയാൾ മർദ്ദിച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള സാധനമാണ്. അപ്പൊ നിന്നാൽ ഞാൻ മർദ്ദിച്ച് കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, ഞാൻ നിന്നെ പ്രണയിച്ചു. നിന്നെക്കുറിച്ചുള്ള ദുഃഖമാണെങ്കിലും അതെ, ദുഃഖമെന്ത് ആനന്ദമാണ് നീ കോമനെ. അതാണ് സാധനം. അല്ലേ? ഞാൻ എന്റെ ഒരു സ്റ്റൈലിൽ അത് എഴുതി എന്നുള്ളതാണ്.